ചാള ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഐസ് പിടിച്ചിരിക്കണേണ്. അതെന്താന്ന് വെച്ചാൽ സുജി അമ്മേനെ ആക്കാൻ വേണ്ടി പോയിട്ട് വന്ന വഴിയാണ് ചാള വാങ്ങിച്ചിട്ട് വന്നത്. അപ്പം അന്നേരം കൊണ്ടുവന്നപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്ത് ഫ്രീസറിലോട്ട് കയറ്റി. അതൊക്കെ പോയിട്ട് വെട്ടി റെഡിയാക്കി എടുക്കണം. അപ്പം ഇന്ന് തിളപ്പിക്കാന്നാണ് വിചാരിക്കുന്നത്. കാരണം കുറേ നാളെന്ന് തന്നെ കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ വന്ന് പാല് കുടിച്ചാ? എന്നിട്ട് കുടിച്ചാ? അപ്പടിയും കുടിച്ചാ? ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിപ്പോൾ ആദ്യമ രാവിലെ എന്നെ കടിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ എത്രാം തീയതിയായി? ഇന്ന് 19-ാം തീയതി ആയി. അപ്പോൾ അതും ഇന്ന് രാവിലെ എന്നെ കടിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അങ്കൻവാടി പോണ കാര്യം ഓർത്തിട്ടായിരിക്കും മിക്കവാറും. അപ്പോൾ ഞാനിപ്പോൾ അവനോട് പറഞ്ഞിടാ പല്ല് തേക്ക്, നിനക്ക് വല്ലതും തിന്നണ്ടേ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ, അത് കഴിഞ്ഞിട്ടൊക്കെയല്ലേ അങ്കൻവാടി പോണ കാര്യം. പക്ഷെ അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ നിപ്പ് എന്താണ് അത്? ആദ്യൻ്റെ കരച്ചിൽ കണ്ടപ്പോഴേക്ക് സുജിയങ്ങൾക്ക് സങ്കടമായി. അങ്ങനെ സുജിയങ്ക നേരെ തോളത്തിട്ടിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അംഗനവാടിയിൽ നമുക്ക് പോയിട്ട് വേഗം വരാമല്ലോ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, പെട്ടെന്ന് വരുമല്ലോ. പക്ഷേ ഇവനാണെങ്കിൽ കരച്ചിൽ നിർത്തുന്നില്ല. ഇവനിങ്ങനെ കണ്ടിന്യൂസ് കരഞ്ഞുകൊണ്ടേ ഇരിക്കണേ. ശരിക്കും പറഞ്ഞാൽ കരഞ്ഞ് കണ്ണൊക്കെ ചെറുതായിട്ടൊക്കെ വീർത്തിരിക്കുന്നുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ അങ്ങനെ ആദ്യം അങ്കൻവാടി കൊണ്ടാക്കി. ഇപ്പം ഞാൻ ഉച്ചക്കത്തേക്കുള്ള പണി തുടങ്ങാണ്. ഇന്നിപ്പോൾ ഉച്ചക്കത്തേക്ക് ചാളയാണ് കേട്ടോ. ചാള ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഐസ് പിടിച്ചിരിക്കണേണ്. അതെന്താന്ന് വെച്ചാൽ സുജി അമ്മേനെ ആക്കാൻ വേണ്ടി പോയിട്ട് വന്ന വഴിയാണ് ചാള വാങ്ങിച്ചിട്ട് വന്നത്. അപ്പം അന്നേരം കൊണ്ടുവന്നപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്ത് ഫ്രീസറിലോട്ട് കയറ്റി. കാരണം ഞാൻ എന്തായാലും ആദ്യം അങ്കൻവാടിയിലൊക്കെ വിട്ടിട്ട് വന്നിട്ട് ചാള എടുക്കുകയുള്ളൂ. അപ്പം അത്രയും നേരം വരെ വെറുതെ ഫ്രിഡ്ജിൽ വെക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രീസറിലാണ് വെച്ചേച്ചത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇത് പിടിച്ചിട്ടുണ്ട്, ഐസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഐസൊക്കെ പോയിട്ട് വെട്ടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇന്ന് തിളപ്പിക്കാന്നാണ് വിചാരിക്കുന്നത്. കാരണം കുറേ നാളെന്ന് തന്നെ കുറച്ച് നാളുകളായിട്ട് ചേട്ടൻ എപ്പോഴും പറയും ചാള വാങ്ങിച്ചത് തിളപ്പിക്കുന്നത്. എപ്പോഴും അപ്പനുണ്ടാവും. അപ്പനാണെങ്കിൽ അതായത് തേങ്ങ അരച്ച് വെക്കണതാണ് അപ്പനിഷ്ടം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അരച്ചേറിയാ വെക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും അപ്പനില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും തിളപ്പിക്കാന്ന് വിചാരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കറിയൊക്കെ തിളപ്പിക്കണം. അപ്പോൾ കറിയുടെ പരിപാടിയിലോട്ട് ആദ്യം കിടക്കാം. പിന്നെ ചാള അല്ലാണ്ട് ഇപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ച് പലഹാരം ഒന്നും ഉണ്ടാക്കില്ല. ചേട്ടൻ ഇന്നലെ തന്നെ പറഞ്ഞു ഇന്ന് രാവിലെ എന്തായാലും ചോറ് മതി, വേറെ ഒന്നും വേണ്ടെന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മ ചോറും ഗ്രീൻ പീസ് കറിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ പീസ് കറി ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ചാളയും കൂടി കറി തിളപ്പിച്ച് കഴിഞ്ഞാൽ അതും. അപ്പോൾ അത് രണ്ടും കൂടി ആകുമ്പോഴേക്കും ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ വേറെ പരിപാടികളൊന്നുമില്ല. അത് രണ്ടും കൂടെ ഒക്കെ മതി. ചാള വെട്ടുമ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ ചെതുമ്പൽ നല്ലോണം പോകില്ല. അതായത് ഭയങ്കര പച്ച ചാളയാണെന്നാണെങ്കിൽ ചെതുമ്പൽ നല്ലോണം പോകാൻ പാടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ചാളയൊക്കെ എന്താണെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ചില സ്ഥലത്തൊക്കെ പോകില്ലെന്നാണെങ്കിൽ കത്തിയുടെ ഇപ്പുറത്തെ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം കൊണ്ട് ചെതുമ്പിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇത് പോകും, ചെതുമ്പലൊക്കെ പോകും. ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ ഇവിടെ സ്റ്റക്കായി ഇങ്ങനെയൊക്കെ നിൽക്കും, ഇങ്ങനെ കൂടി ഇങ്ങനെയൊക്കെ നിൽക്കും. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണെങ്കിൽ നേരെ മറിച്ച് ഇപ്പുറത്തെ ഭാഗം കൊണ്ടാണ് ചെതുമ്പണമെങ്കിൽ വേഗം പോകും. ഈ ട്രിക്ക് ഇവിടുത്തെ അപ്പച്ചനാണ് കേട്ടോ എനിക്ക് പറഞ്ഞു തന്നത്. മെയിനായിട്ട് ഈ നല്ല പച്ച ചാള ഉണ്ടല്ലോ, പച്ച ചാളയൊക്കെ ഇങ്ങനെ ചെതുമ്പാൻ നേരത്തെ പെട്ടെന്ന് അതിൻ്റെ ഇത് പോകത്തില്ല ചെതുമ്പൽ. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ കത്തി പിടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി കിട്ടുകയും ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ ചാളയിൽ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടാണ് തിളപ്പിച്ചത്. സാധാരണ ഞങ്ങൾ ഇവിടെ സവാള ഇട്ടാണ് തിളപ്പിക്കുന്നത്, തക്കാളി ഇടാറുമില്ല. ഇന്നിപ്പോൾ ചേട്ടക്ക് തിളപ്പിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൂ. അപ്പോൾ തിളപ്പിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിയൊക്കെ ഇട്ടാണ് തിളപ്പിച്ചത്, ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടാണ് തിളപ്പിച്ചത്. എനിക്ക് ഭയങ്കര എനിക്കിഷ്ടം ഇങ്ങനെ വെക്കുന്നതാണ്. കാരണം എൻ്റെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു മീനൊക്കെ തിളപ്പിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. ആ ഒരു രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് കുറച്ച് നേരം വേണം. സവാള ആകുമ്പോൾ വേഗം പൊളിക്കുക, പരിപാടി കഴിയും.
പിന്നെ അത് കൂടാണ്ട് കുറച്ച് ബീൻസും കൂടെ വളർത്തിയിട്ടുണ്ടായിരുന്നു. ബീൻസ് ഫ്രിഡ്ജിലിരുന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്തിട്ടുണ്ടായില്ല. സുജി ഉച്ചയപ്പോഴേക്ക് വന്നിട്ട് ഞാൻ ബീൻസ് ഒന്നും വെച്ചില്ലെന്ന് വെച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ബീൻസ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അതിനെ വിളിക്കാനുള്ള നേരമായി. അപ്പോൾ അതിനെ വിളിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഞാൻ സുജീനെ മാത്രമാണ് വിടാറ്. ഇന്ന് കുറേ കടന്ന് കരഞ്ഞല്ലേ. അപ്പോൾ അതുകൊണ്ട് മമ്മി വന്നില്ലെങ്കിൽ പിന്നെ അവൻ ചോദിക്കും മമ്മി വന്നിട്ട് വന്നില്ലല്ലോ സുജി മാത്രമല്ലേ വന്നുള്ളൂ എന്ന് പറഞ്ഞ് പരാതി പറയും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാനും കൂടെ പോയി വിളിക്കാനായിട്ട്. പാലൊക്കെ കുടിച്ചാ അമ്പോ ഗുഡ് ബോയ് ആണ്. അപ്പൊ ഇന്ന് ആണാ അത്രുള്ള കാര്യം താളെന്തിനാ പിന്നെ രാവിലെ ഇത്രയും കരഞ്ഞു കൂട്ടിയതൊക്കെ? ഇല്ല സ്പൈഡർമാന്റെ തൊപ്പിയൊന്നും കൊണ്ടുവന്നില്ലല്ലേ? ഇല്ല തൊപ്പി കൊണ്ടുവന്നിട്ടില്ല. ഇപ്പൊ വന്ന് പാല് കുടിച്ചാ? എന്നിട്ട് കുടിച്ചാ? അപ്പടിയും കുടിച്ചാ? ടാറ്റ കൊടുക്ക എല്ലാവർക്കും. നാളെ വരാന്ന് പറ. ഇപ്പൊ നല്ല വെച്ചല്ലേ അതുമ്പോ ഗുഡ് ബോയ് ആയി. പാകായിനി വീട്ടിൽ ആണോ കുത്തിയെന്ന്? എന്ത് പാട്ട്? അത് പാട്ടത് അല്ലല്ല. എന്ത് പാട്ടാടാ നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? പറ. ഏത് പാട്ടാണത്? സിനിമയിലെ പാട്ടാണത്? ഇത് എന്ത് ഭാഷയാണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എന്താണ്ടും പാടിക്കൂട്ടി, പാട്ടും മനസ്സിലായില്ല, ഭാഷയും മനസ്സിലായില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ചാള തിളപ്പിച്ചതും കൂട്ടിയിട്ട് പിന്നെ ബീൻസ് വളർത്തിയതും എല്ലാം കൂടി കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഫുഡ് കഴിക്കൽ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പിന്നെ അവഞ്ചേഴ്സിൻ്റെ ആ സാധനങ്ങൾ വാങ്ങിച്ചൊക്കെ കൂട്ടിയിട്ട് അതുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. കുറേ നേരം അതുമായിട്ട് എന്തോട്ടൊക്കെ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ബാറ്റ്മാൻ മിസ്സിംഗ് ആണ്. ബാറ്റ്മാൻ എവിടെ പോയെന്ന് അറിയില്ല. ഇതുവരെ ബാറ്റ്മാനെ കിട്ടിയിട്ടുമില്ല. കഴിഞ്ഞ ദിവസം മിസ്സിങ് ആയതാണ്. 10 ഉണ്ടായത് ഇപ്പോൾ 9 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇന്ന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി നാളത്തെ വിശേഷം നമ്മൾ നാളെ അറിയാം. നാളെ ഇനി അങ്കമാടി പോകുമ്പോൾ എന്ത് ഭാഗമായിരിക്കും അറിയില്ല. ഇന്നിപ്പോൾ നല്ല രീതിയിൽ പോകുന്നിട്ടുണ്ട്. അപ്പോൾ നാളെ കാണാം. ബൈ.